ഹായ്, നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? നമ്മളിന്ന് ടൊവിനോനെ കാണാൻ പോവാണ് കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിരുന്നോയെന്നറിയില്ല, ഇവിടെ ഒരു മസ്കറ്റിലൊരു മെഗാ സ്റ്റാർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറച്ച് സ്റ്റാർസൊക്കെ ടൊവിനോ, അവരെ പുതിയ പടം ഉണ്ടല്ലോ, അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അടുത്ത നായിക ടൊവിനോ, പിന്നെ റിമി ടോമി, ലക്ഷ്മി നക്ഷത്ര, പിന്നെ ശ്രീനാഥ്, കൗശിക്, അങ്ങനെ കുറച്ച് പേര് വന്നിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് നല്ല വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. മസ്കറ്റിൽ കുറേ ഇങ്ങനത്തെ വ്യൂസാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മസ്കറ്റ്. മറ്റ് GCC കൺട്രീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടെ സമാധാനപരമായിട്ടുള്ള നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി. മെയിൻ എൻട്രൻസ് വേറെ ഉണ്ടായിരുന്നു തോന്നുന്നു, നമ്മൾ ഇതുവഴിയാണ് കയറിയത്. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും കാണാൻ മലയാളികളെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആരാ പറഞ്ഞു, ഇത് മലയാളി ഷോയാ, പിന്നെ മലയാളികളല്ലാതെ വേറെ ആരാ ഉണ്ടാവുക? ശരിയാണ്, എൻ്റെ ഒരു വട്ടത്തരം. അങ്ങനെ നമ്മൾ ഗോൾഡിലാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗോൾഡ് എന്ന് വെച്ചാൽ സെക്കൻഡ് റോയാണ് വരുന്നു തോന്നുന്നു. ഫസ്റ്റ് റോ ഒന്നും കൂടെ VIP ഡയമണ്ട് സെക്ഷനാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾക്ക് ഗോൾഡിൽ വരുമ്പോൾ റെഡ് ബാഡ്ജായിരുന്നു കിട്ടിയത്. അത് കിട്ടിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കയറാൻ. നമ്മൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടിക്ക്. എനിക്ക് തോന്നുന്നു മസ്കറ്റിലുള്ള ഒട്ടുമിക്ക മലയാളികളും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും വലിയൊരു പരിപാടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി. സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല ആക്ടേഴ്സിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്, ഇത്രയും കുറച്ച് ഫെയിമായിട്ടുള്ളവരൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്ഷൻ ഇതായി വരുന്നത്. നമുക്ക് കുറച്ച് 2-3 സ്പ്രേ ഒക്കെ കിട്ടിയിട്ടോ. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവരെന്തൊക്കെയോ ഫ്രീ ആയിട്ട് കുറേ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ചുറ്റുപുറം മലയാണ്, അത് മാത്രമല്ല നല്ല മഴ. പക്ഷെ മഴ പെയ്തില്ല, പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അവരും ഇങ്ങനെ പറയുന്നുണ്ട് മഴ പെയ്യോ കാരണം സ്റ്റേജിൽ ഷെൽട്ടർ ഇല്ലാത്ത സ്റ്റേജായിരുന്നേ. അപ്പം നമുക്ക് മഴ പെയ്താൽ ബുദ്ധിമുട്ടാവില്ലേ, വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ടൊവിനോനെ കാണാനാണ് പോയത് വെച്ചെങ്കിലും പരിപാടി ഉഷാറാക്കിയത് റിമി ടോമി ആയിരുന്നു. എൻ്റെ പൊന്നെ, എനർജി ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഞാനിങ്ങനെ നമ്മളിങ്ങനെ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടപ്പോൾ അടിപൊളി കേട്ടോ. എനർജി ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് വരെ സെയിം എനർജി ലെവലിൽ ആ മലയുടെ മുകളിലൊക്കെ കയറുന്ന ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ കിട്ടുന്നില്ല. കുറേ പേരെല്ലാവരും 2-3 പേരൊക്കെ എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് കാണുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് അത്ര ബോറടിപ്പിക്കുകയൊന്നും ചെയ്തില്ല. ഫസ്റ്റ് തന്നെ കുറച്ച് സിംഗേഴ്സിൻ്റെ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിരുന്ന കുറച്ച് പേരുടെയൊക്കെ തുടക്കത്തിൽ അവരുടെ ഇതുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജൊക്കെ ഒന്ന് ഫില്ലായി വരുമ്പോഴേക്കും ടൊവിനോ വന്നു, റിമി ടോമി വന്നു. ലേഗാക്കിയിട്ടില്ല കേട്ടോ പരിപാടി. പിന്നെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നമ്മളിപ്പോൾ ഈ ഡയമണ്ടിലുള്ളവരെ തന്നെ ഗോൾഡിലേക്ക് കയറ്റില്ല, ആ ബാഡ്ജ് കെട്ടിയവരെ. അത്രയും സ്ട്രോങ് ആയിരുന്നു.